ഹലോ, എല്ലാവർക്കും നമ്മളുടെ ഒരു സന്തോഷം നിറഞ്ഞ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം പറഞ്ഞതുപോലെ ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തെ വ്ളോഗാണ്. നമ്മളുടെ ഇക്കാൻ്റെ കല്യാണ വീഡിയോ ആണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ കല്യാണ വീഡിയോ ഇതാ. നമ്മൾ ഫസ്റ്റിലെ തന്നെ എല്ലാ വീട്ടിലും നടക്കുന്നത് പോലെ തന്നെ ചെക്കൻ ഒക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു സീൻ ഉണ്ടാവുമല്ലോ, വീട്ടിൽ വെച്ചിട്ട് എല്ലാവരുമായിട്ടുള്ള ഫോട്ടോ എടുപ്പും ഷൂട്ടിങ്ങൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഫാമിലി ആയിട്ടും നമ്മളുടെ വീട്ടിൽ വന്നിട്ടുള്ള നമ്മളുടെ എല്ലാ റിലേറ്റീവ്സായിട്ടും എല്ലാവരും ആയിട്ട് നിന്ന് ഫോട്ടോസും വീഡിയോസും ആ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്നും ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ ആയിട്ട് മുന്നേ എന്താ പറയുക, നമ്മൾ ദുആ അർപ്പിക്കുന്നുണ്ടായിരുന്നു. ഉസ്താദ് വന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഓഡിറ്റോറിയത്തിലെത്തിയ സമയം പെണ്ണ് വരുന്നതിന് മുന്നായിട്ട് അവിടെ വെച്ചിട്ട് പെൺകുട്ടീൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. ആ ഡാൻസ് കഴിയുന്നതോടുകൂടിയാണ് നമ്മളുടെ പെണ്ണിനെ എല്ലാവരും ഇതൊക്കെ പിടിച്ച്, എൻ്റെ പേരെന്താ മറന്നു, കൊണ്ടുവരുന്നത്. വരുന്ന ടൈം നല്ല രസമായിരുന്നു. മ്യൂസിക്കും ആ ഒരു തീപ്പൊരി പടക്കവും എല്ലാം ആയിട്ട് പെണ്ണിൻ്റെ മൂത്ത മാമാണ് കൈപ്പിടിച്ച് സ്റ്റേജിലേക്ക് ചെക്കൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പെണ്ണിത് നമ്മളുടെ ഒരു തട്ടമൊക്കെ ഇട്ട് മുഖം മറിച്ചിട്ടുണ്ട്. അവിടെ അറബിക്കിൽ പെണ്ണിൻ്റെ ചെക്കൻ്റെ രണ്ടുപേരുടെയും പേരായിരുന്നു കേട്ടോ എഴുതിയിട്ടുള്ളത്. അതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, ഇൻസ്റ്റാ ട്രെൻഡ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു ട്രെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെക്കൻ്റെ അടുത്ത് വരുമ്പോൾ ആ ഒരു ഷോള് മാറ്റിയിട്ട് ചെക്കൻ പെണ്ണിന് മുഖം ക്ലിയറായിട്ട് കാണുന്നൊരു ട്രെൻഡ്. നല്ല രസമല്ലേ, നമുക്ക് കാണാനൊക്കെ മനസ്സിൻ്റെ ഒരു സന്തോഷം തന്ന ട്രെൻഡാണ്. അപ്പോഴത്തേക്കും തന്നെ നമ്മൾ വീഡിയോഗ്രാഫർ തന്നെ അവരെ കൊണ്ടിങ്ങനെ കൈ പിടിച്ച് കറക്കുന്ന ആ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ പെണ്ണിൻ്റെയും ചെക്കൻ്റെ വീട്ടുകാരുടെ റിലേറ്റീവ്സ് എല്ലാവരും, ഏറ്റവും അടുത്ത എല്ലാ റിലേറ്റീവ്സും സ്റ്റേജിലേക്ക് കയറി. നിക്കാഹ് ഓൾറെഡി പള്ളി വെച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് ആണ് കേട്ടോ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്നത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഹർ കൊടുക്കലാണ്. അപ്പോൾ മഹർ കൊടുക്കുന്നതിന് മുന്നേ നമ്മളുടെ വീഡിയോഗ്രാഫർ ഫോട്ടോസൊക്കെ ഉണ്ടാകുമ്പോൾ അറിയാമല്ലോ, എല്ലാം അവർ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമായിരിക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറാൻ സമ്മതിക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ മഹർമാലയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ അവർ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം മൈലാഞ്ചി ഇട്ട് കൈകളിൽ വെച്ചിട്ട് മഹർമാലേൻ്റെ ഫോട്ടോ എടുക്കുക, അതൊക്കെ ഭയങ്കര ട്രെൻഡിങ് അല്ല, അങ്ങനെ ആണല്ലോ പേഴ്സണലി എല്ലാവരും ചെയ്യുക. കാരണം നല്ലൊരു ഭംഗി കിട്ടും, നമ്മുടെ ആൽബത്തിലൊക്കെ ഫോട്ടോസ് വരുമ്പോൾ നല്ല രസമായിരിക്കും. അതിനുശേഷം കല്യാണ ചെക്കൻ്റെ അളിയൻ, അതായത് എൻ്റെ ഹസ്ബൻഡ് നാദി അളിയനാണ് ഇക്കാടെ കയ്യിലേക്ക് മഹർമാല കൊടുക്കുന്നത്. അതായത് എൻ്റെ ഹസ്ബൻഡ് ഇക്കാൻ്റെ കയ്യിലേക്ക് മാല കൊടുക്കും, അപ്പോഴാണ് ഇക്ക പെൺകുട്ടിക്ക് മഹർ അണിയിക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു ട്രഡീഷൻ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടാളും അപ്പുറം ഇപ്പുറം നിൽക്കും, രണ്ടുപേരെയും നടുക്കിയിരിക്കും. അപ്പോൾ അവരുടെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോ എടുപ്പിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് മാല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ റെഡി ആവുകയാണ് മഹർമാല കൊടുക്കുന്ന ടൈം വീഡിയോസൊക്കെ എടുക്കുക. അതിനാണ് ഈ വെയിറ്റിംഗ് ഒക്കെ വരുന്നത്. അപ്പം ഇതാ നമ്മളുടെ ചടങ്ങ് നടത്തി മാല ഇക്ക എടുത്തിട്ട് ഇർഫാൻ ഇക്കാൻ്റെ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടാനൊക്കെ ടൈമിംഗ് ആണ്, കാരണം അവരെല്ലാം ഓരോ ഷോട്ട്സും അവർക്ക് കറക്റ്റായിട്ട് എടുത്താലേ നമുക്ക് അതേപോലെ വീഡിയോസിൽ വരുമ്പോഴും ആൽബത്തിൽ വരുമ്പോഴൊക്കെ എല്ലാം ക്ലിയറായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല, നമുക്കെല്ലാം ക്ലിയറായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഡിലേ വരുന്നത്. അതിനുശേഷം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നമ്മളുടെ മഹർമാല ഇക്ക പെണ്ണിൻ്റെ കാര്യത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത പെങ്ങളായ എൻ്റെ റോളാണ്. എൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ മാല പുറത്തൂടെയാണല്ലോ ഇട്ടിടുന്നത്, കൊളുത്തൂരിയിടൽ ഇച്ചിരി ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴുത്തെ കൂടി ഇട്ട് കൊടുക്കും. കഴുത്തെ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് പെണ്ണിൻ്റെ തട്ടമൊക്കെ പിടിച്ച് മാറ്റി പെണ്ണിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മാല എങ്ങനെയാണോ കഴുത്തെ കൂടി ഇടുന്നത് ആ രീതിയിൽ ഇട്ട് കൊടുക്കലാണ് പെങ്ങളായ എൻ്റെ പണി. അത്രയേ ഉള്ളൂ എൻ്റെ പണി കേട്ടോ. പക്ഷേ നമ്മൾ ആ ദുപ്പട്ട എന്ന് പറയുന്നത് ഭയങ്കര വെയിറ്റുള്ള ഹെവി ആയിട്ടുള്ള സാധനമാണ്. ആ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ മാലയൊക്കെ ഇങ്ങനെ കറക്റ്റാക്കി എടുത്ത് ഇടുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ്. അപ്പം ഞാനും പിന്നെ എൻ്റെ മൂത്താപ്പാടെ മോളാണ് ആ റെഡി ചുരിദാർ ഇരിക്കുന്നത് ഷിഫാനി. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ പിടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ മാമിമാരും കുഞ്ഞുമ്മമാരും മൂത്തമ്മമാരുമാണ് എല്ലാവരും ബാക്കിൽ നിൽക്കുന്നത്. എല്ലാം നമ്മളുടെ ആൾക്കാരാണ് കേട്ടോ. അപ്പം ഇതാ പെണ്ണിന് ദുപ്പട്ടയ്ക്ക് ഇട്ടു. അതിന് ശേഷം ഞാൻ നല്ല, കാരണം അവർക്കറിയാൻ പറ്റില്ലല്ലോ കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ അതെല്ലാം അവർക്ക് നല്ല രീതിയിൽ കറക്റ്റാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മഹർമാലയുടെ പണിയല്ല പരിപാടി കഴിഞ്ഞു. ഇനി ചെക്കൻ മഹർമാലയെ പിടിച്ചിട്ടുള്ള വീഡിയോസും ഫോട്ടോസും അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരോരോന്നൊക്കെ ചെയ്യണം. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കുറച്ച് ചടങ്ങുകളുണ്ട് ബാക്കി. ഇതൊക്കെ നമ്മളുടെ ഒരു ട്രഡീഷനിൽ നമ്മളുടെ കൊല്ലം സൈഡിലേക്ക് വരുന്ന ഒരു വെഡ്ഡിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ.
ഞങ്ങളുടെ നാട്ടിൽ കല്യാണത്തിനും കല്യാണ തലേന്ന് പിന്നെ പെണ്ണ് വിളിക്ക് അന്നൊക്കെ ചെറിയ ചെറിയ കുട്ടിച്ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഈ പണ്ട് കാലം തൊട്ടേ ഇങ്ങനെ ആയി വരുന്നത് കൊണ്ട് നമുക്കായിട്ട് അതിനൊരു മാറ്റം വരുത്തുന്നത് നല്ലതാണ്. പക്ഷേ ഇതുവരെ ഒരു മാറ്റം നമ്മുടെ കുടുംബക്കാർ തന്നെ കുറേ ആൾക്കാരുള്ളപ്പം നമുക്കങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷേ നല്ല ആചാരങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളുടെ വള കൊടുക്കലാണ് പെണ്ണിന്. അതായത് പെണ്ണിട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ ഷോളാണ്. ഷോളിൻ്റെ അറ്റത്ത് നമ്മൾ വള വെച്ചിട്ട് കൊടുക്കും. അത് ചെക്കൻ വെച്ച് കൊടുക്കും. അപ്പം പെണ്ണിൻ്റെ ഉമ്മീൻ്റെ വക ഒരു ഗിഫ്റ്റ് എനിക്കും തരുന്നുണ്ട്. അതായത് ചെക്കൻ്റെ പെങ്ങൾക്ക് കൊടുക്കും. അപ്പം ഇതൊക്കെയാണ് കല്യാണ ടൈമിലുള്ള ചെറിയ ആചാരങ്ങൾ. അപ്പോൾ എന്താ പറയുക, ഈ പെൺകുട്ടീൻ്റെ ഷോളിൻ്റെ അറ്റത്ത് വെച്ചിട്ട് വള വെച്ച് കൊടുക്കുന്ന അതിന് നമ്മുടെ നാട്ടിൽ മുന്തിക്കെട്ടൽ എന്ന് പറയും. മുന്തിക്കെട്ട്. അപ്പം ചെറുക്കൻ പെണ്ണിന് കൊടുക്കുന്നൊരു ഗിഫ്റ്റായിട്ടാണ്. അപ്പം അത് പെൺകുട്ടീൻ്റെ തന്നെ കല്യാണ വേഷത്തിൽ കല്യാണ ഡ്രസ്സിൽ അറ്റത്തിങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ അത് വെച്ച് കൊടുത്തത് പിന്നെ ഞാൻ തന്നെ എടുത്തിട്ട് 2 വളയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം 2 കയ്യിലും ആ വള ഇട്ട് കൊടുക്കുക. ആ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് കൈ വേദനിക്കുന്നുണ്ടോ അത്. കാരണം ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര വെപ്രാളം പിടിക്കുന്നത്. കാരണം ഇത്രയും ആൾക്കാരെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. അപ്പം നമുക്കിങ്ങനെ ടൈമും പോവും. അപ്പോൾ വെപ്രാളം പിടിച്ചിരുന്ന് ചോദിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് കട്ടിങ് കഴിഞ്ഞു. എനിക്ക് ഇങ്ങനെയൊക്കെ കേട്ടോ വീഡിയോസ് കിട്ടിയത്, ചരിച്ചും നേരെ വെച്ചിട്ടൊക്കെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് നല്ല രീതിക്കും ചരിഞ്ഞൊക്കെ വരുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പം നമ്മളുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തെ ലാസ്റ്റത്തെ സെക്ഷൻ അറിയാമല്ലോ, ഫോട്ടോഷൂട്ട്. അങ്ങനെ നമ്മളുടെ എല്ലാ റിലേറ്റീവ്സും വന്നിട്ടുള്ള എല്ലാവരും പെണ്ണിൻ്റെ ചെക്കൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കും. ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോയുടെ സെഷനായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് ഉള്ളൊരു ചെറിയ ഫോട്ടോ ഷൂട്ടിങ്. ആൽബത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞ് നിൽക്കണ്ടേ. ശരിക്കും പറഞ്ഞാൽ കല്യാണ സമയത്ത് നമ്മൾ എന്തുമാത്രം ഇങ്ങനെ ചിരിച്ച് നിൽക്കണം. ഓരോ വട്ടം ഓരോ ക്യാമറയും നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും ചിരിച്ച് നിൽക്കണം, സംസാരിച്ച് നിൽക്കുകയൊക്കെ വേണ്ടേ. ഇത് നമ്മളുടെ ഫുൾ ഫാമിലി ആണ്. എന്താ പറയുക, നമ്മളുടെ കുതിരപ്പന്തി എന്ന് പറയുന്നൊരു കുടുംബമാണിത്. ഇതിൽ ലാസ്റ്റ് നമ്മൾ അവർക്ക് അവരുടെ വിവാഹ മംഗളാശംസകൾ പറഞ്ഞിട്ടുള്ളൊരു ഫ്രെയിം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഫാമിലീസ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള അതെല്ലാം അടുത്തുണ്ടാവില്ല, എല്ലാവരും കുടുംബങ്ങളും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നിന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കല്യാണ വിശേഷങ്ങളൊക്കെ വരുമ്പോഴാണല്ലേ ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഇങ്ങനെയൊക്കെ കിട്ടുക. അപ്പം ഫ്രെയിമും ഒക്കെ കൊടുത്തു. പിന്നെ ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതും കൂടെ ഞാൻ ഷോർട്സ് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഇട്ടെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ വേറെ ഇടുന്നതാണ്. കാരണം നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ നമ്മളുടെ വീഡിയോ കിട്ടും, ഫോട്ടോഗ്രാഫേഴ്സ് അയച്ചു തരും. അപ്പം ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു കുട്ടി കല്യാണ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.